Procedure for approval through government route. Page number 277. The list of competent authorities for grant of approval for foreign investment for sectors or activities requiring government approval is given below. ഗവൺമെൻറ് അപ്രൂവൽ ആവശ്യമുള്ള ആക്ടിവിറ്റീസിലെ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റിന് അപ്രൂവൽ നൽകുന്നതിനുള്ള കോമ്പിറ്റൻ്റ് അതോറിറ്റിയുടെ ലിസ്റ്റാണ് താഴെ തന്നിരിക്കുന്നത്. ഇവിടെ കുറേ ആക്ടിവിറ്റീസും അതിന് അപ്രൂവൽ നൽകുന്നതിനുള്ള കുറേ ഡിപ്പാർട്ട്മെൻറ്റും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതെല്ലാവരും വായിച്ചു നോക്കാം. The proposal for government approval can be filed online through Foreign Investment Facilitator Portal. ഗവൺമെൻറ് അപ്രൂവലിനുള്ള എല്ലാ പ്രൊപ്പോസലുകളും ഓൺലൈനായിട്ട് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഫെസിലിറ്റേറ്റർ പോർട്ടൽ വഴിയായിരിക്കും നമ്മൾ ഫയൽ ചെയ്യുക. ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നതിന് ഇൻവെസ്റ്റേഴ്സിന് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഒരു പുതിയ ഓൺലൈൻ സിംഗിൾ പോയിൻ്റ് ഇൻ്റർഫേസ് ആണ് FIFP, അതായത് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഫെസിലിറ്റേറ്റ് പോർട്ടൽ. ഈ പോർട്ടൽ കൈകാര്യം ചെയ്യുന്നത് ഡിപ്പാർട്ട്മെൻറ്റ് ഫോർ പ്രൊമോഷൻസ് ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ഇൻറ്റേർണൽ ട്രേഡും മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ആയിരിക്കും. അപ്രൂവൽ റൂട്ടിലൂടെയുള്ള ആപ്ലിക്കേഷനുകളുടെ സിംഗിൾ വിൻഡോ ക്ലിയറൻസിന് ഈ പോർട്ടൽ സഹായിക്കും. The proposal for foreign investment would be examined by competent authorities as per the Standard Operating Procedure. Standard Operating Procedure SOP അനുസരിച്ച് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റുകളുടെ പ്രൊപ്പോസലുകൾ കോമ്പിറ്റൻ്റ് അതോറിറ്റി ആയിരിക്കും എക്സാമിൻ ചെയ്യുക. ഈ പ്രൊസീജിയർ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ്, പ്രൊപ്പോസൽ സമർപ്പിക്കുകയും ആവശ്യമായ ഡോക്യുമെൻറ്റ്സ് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഫെസിലിറ്റേഷൻസ് പോർട്ടൽ വഴി അപ്ലോഡ് ചെയ്യുകയും ചെയ്യണം. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇൻഡസ്ട്രി പോളിസിയും പ്രൊമോഷനും 2 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ കൺസേൺഡ് ആയിട്ടുള്ള മിനിസ്ട്രി മന്ത്രാലയത്തിന് ഈ കേസ് നൽകണം. ഡിജിറ്റലി സൈൻ ചെയ്ത ഡോക്യുമെൻറ്റിൻ്റെ കാര്യത്തിലാണെങ്കിൽ കൺസേൺഡ് ഡിപ്പാർട്ട്മെൻറ്റിന് ഫിസിക്കൽ കോപ്പീസ് സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാൽ ഡിജിറ്റലി സൈൻ ചെയ്യാത്ത ആപ്ലിക്കേഷനുകളാണെങ്കിൽ ആപ്ലിക്കൻ്റ് ഓൺലൈൻ കമ്മ്യൂണിക്കേഷനിൽ ഒപ്പിട്ട ഒരു ഫിസിക്കൽ കോപ്പി കൺസേൺഡ് അതോറിറ്റിക്ക് സമർപ്പിക്കണം. അത്തരം അറിയിപ്പ് ലഭിച്ച് 5 ദിവസത്തിനുള്ളിൽ ആപ്ലിക്കൻ്റ് ആവശ്യമായ ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. തേർഡ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ FEMA പെർസ്പെക്റ്റീവിൽ നിന്നും റിവ്യൂ കിട്ടാൻ വേണ്ടി ഈ പ്രൊപ്പോസലുകൾ 2 ദിവസത്തിനുള്ളിൽ RBIക്ക് സർക്കുലേറ്റ് ചെയ്യണം. 1 വീക്കിനുള്ളിൽ ഈ പ്രൊപ്പോസലുകൾ പരിശോധന ചെയ്യുകയും അഡീഷണൽ ഇൻഫോർമേഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലാരിഫിക്കേഷനോ ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ അതവരോട് റിക്വസ്റ്റ് ചെയ്യും. എല്ലാ ഇൻഫോർമേഷനുകളും കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് 2 വീക്കിനുള്ളിൽ കോമ്പിറ്റൻ്റ് അതോറിറ്റിക്ക് ഡിസിഷൻ കൊടുക്കും. പ്രൊപ്പോസലുകൾ അപ്രൂവൽ ചെയ്തിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്താലോ ആപ്ലിക്കൻറ്റിന് ഓൺലൈനായിട്ട് നമ്മൾ അയച്ചു കൊടുക്കും. കേസ് ഓഫ് പ്രൊപ്പോസൽ ഇൻവോൾവിംഗ് ടോട്ടൽ ഫോറിൻ ഇക്വിറ്റി ഇൻഫ്ലോ ഓഫ് മോർ ദാൻ 5,000 crore, കോമ്പിറ്റൻ്റ് അതോറിറ്റി ഷാൾ പ്ലേസ് ദ സെയിം ഫോർ കൺസിഡറേഷൻസ് ഓഫ് ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ എക്കണോമിക്സ് അഫയേഴ്സ്. ടോട്ടൽ ഫോറിൻ ഇക്വിറ്റി ഇൻഫ്ലോ 5,000 crore മുകളിലുള്ള പ്രൊപ്പോസലുകളുടെ കാര്യത്തിലാണെങ്കിൽ കോമ്പിറ്റൻ്റ് അതോറിറ്റി ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ എക്കണോമിക്സ് അഫയേഴ്സിൻ്റെ ഒരു കൺസിഡറേഷൻസ് പ്ലേസ് ചെയ്യണം. ഫോർ പ്രൊപ്പോസൽസ് വെയർ ദ കോമ്പിറ്റൻ്റ് അതോറിറ്റി പ്രൊപ്പോസസ് ടു റിജക്റ്റ് ദ പ്രൊപ്പോസൽസ് കൺകറൻസ് ഓഫ് DIPP വിൽ ബി സൗട്ട് ബൈ കോമ്പിറ്റൻ്റ് അതോറിറ്റി. കോമ്പിറ്റൻ്റ് അതോറിറ്റി റിജക്റ്റ് ചെയ്യാൻ ആവശ്യപ്പെടുന്ന പ്രൊപ്പോസലുകൾക്കായിട്ട് DIPPയുടെ ഒരു പ്രൊപ്പോസൽ കൺകറൻസ്, അതായത് DIPPയുടെ ഒരു സമ്മതപത്രം കോമ്പിറ്റൻ്റ് അതോറിറ്റി ആവശ്യപ്പെടണം. ഇംപ്ലിമെൻറ്റ്സ് ടു FDI ഇൻഫ്ലോസ് ഇൻ ഇന്ത്യ. The Indian economy requires FDI to fill the gap between domestic savings and investment and to boost productivity and investment-led growth. ഡൊമസ്റ്റിക് സേവിങ്സും ഇൻവെസ്റ്റ്മെൻറ്റും തമ്മിലുള്ള ഗ്യാപ്പ് ഫിൽ ചെയ്യാനും പ്രൊഡക്ടിവിറ്റി ബൂസ്റ്റ് ചെയ്യാനും ഇൻവെസ്റ്റ്മെൻറ്റ് കൂട്ടാനും ഇന്ത്യൻ എക്കോണമിക്ക് FDI ആവശ്യമുണ്ട്. Although Indian FDI policy has been progressive, inflows has been far lower than expected and lag behind those of the competitors like China. FDI പോളിസി പ്രോഗ്രസീവ് ആണെങ്കിലും ഇന്ത്യയിലെ ഇൻഫ്ലോസ് എക്സ്പെക്ട് ചെയ്യുന്നതിലും വളരെയധികം കുറവാണ്. കൂടാതെ ചൈനയെ പോലുള്ള കോമ്പറ്റേറ്റേഴ്സിനേക്കാളും വളരെയധികം നമ്മൾ പിന്നിലാണ്. റെസ്ട്രിക്റ്റീവ് ആയിട്ടുള്ള FDI ഭരണവും ഹൈ ഇമ്പോർട്ടൻറ്റ് താരിഫും എക്സിസ്റ്റ് ബാരിയേഴ്സ് ഓഫ് ഫേംസും അല്ലെങ്കിൽ കർശനമായ ലേബർ ലോസും പ്യുവർ ക്വാളിറ്റീസ് ഇൻഫ്രാസ്ട്രക്ചറും സെൻട്രൽ ആയിട്ടുള്ള ഡിസിഷൻസ് മേക്കിംഗ് പ്രോസസ്സും പിന്നെ ഡിഫിക്കൽറ്റി ആയിട്ടുള്ള ലാൻഡ് അക്വിസിഷൻസ് പ്രൊസീജിയറും പ്രോഗ്രസീവ് FDI റിഫോംസിൻ്റെ അഭാവവും അല്ലെങ്കിൽ സെൻട്രൽ സ്റ്റേറ്റ് കോർഡിനേഷൻസിൻ്റെ ഒക്കെ അഭാവവും ഇന്ത്യയെ അൺഅട്രാക്റ്റീവ് ആക്കിയിട്ടുണ്ട്. ഇത് FDI ഇൻഫ്ലോസിന് തടസ്സമാണ്. FDI ഇൻഫ്ലോസ് കുറയാനുള്ള കാരണമാണ് താഴെ പറയുന്നത്.
ഫസ്റ്റ് വൺ, ലാക്ക് ഓഫ് എക്കണോമിക് സ്റ്റെബിലിറ്റി. എക്കണോമിയിലെ അൺഫേവറബിൾ ഫാക്ടേഴ്സ് ഫോറിൻ ഇൻവെസ്റ്റേഴ്സിലെ ഇൻവെസ്റ്റ്മെൻറ്റിനെ ഡിസ്കറേജ് ചെയ്തേക്കാം. ഒരു കൺട്രി റെസഷനിലൂടെയും ഡിപ്രഷനിലൂടെയും കടന്നു പോകുമ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് സേഫ് അല്ലാന്ന് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റിന് തോന്നിയേക്കാം. അതാണ് ഒരു റീസൺ. നെക്സ്റ്റ് വൺ, ലാക്ക് ഓഫ് പൊട്ടൻഷ്യൽ സ്റ്റെബിലിറ്റി. ഡിഫറെൻറ്റ് ഗവൺമെൻറ്റ്സ് FDIക്കായിട്ട് ഡിഫറെൻറ്റ് പോളിസി ഫ്രെയിംവർക്കൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട്. ലിബറലൈസേഷനെ ഇന്ത്യ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അതിനെതിരെ ഇവിടെ സ്ട്രോങ് ആയിട്ടുള്ള എതിർപ്പുണ്ട്. ഇത് ഇൻവെസ്റ്റേഴ്സിനെ ഇന്ത്യയിലേക്ക് വരാനായിട്ട് തടയുന്നുണ്ട്. നെക്സ്റ്റ് വൺ, പുവർ ഇൻഫ്രാസ്ട്രക്ചർ. ബെറ്റർ പ്രൊഡക്ടിവിറ്റിക്കും കസ്റ്റമർ സർവീസിനും ഗുഡ് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ആവശ്യമാണ്. നമ്മുടെ കൺട്രിയിൽ ചില സ്ഥലങ്ങളിലൊക്കെ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസിയുടെ അഭാവമുണ്ട്. നെക്സ്റ്റ് വൺ, ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് റെസ്ട്രിക്ഷൻസ്. ഡിവിഡൻറ്റിൻ്റെ രൂപത്തിലുള്ള ക്യാപിറ്റലിൻ്റെ ഇൻഫ്ലോസ് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ അപകടമാണ്. അതിനാൽ പലരും ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റിന് റെസ്ട്രിക്ഷൻസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. നെക്സ്റ്റ് വൺ, ലാക്ക് ഓഫ് ട്രാൻസ്പെറൻസി. ബ്യൂറോക്രാറ്റിക് കറപ്ഷനും ലാക്ക് ഓഫ് ട്രാൻസ്പെറൻസിയും നിരവധി എഫിഷ്യൻ്റ് ആയിട്ടുള്ള പ്ലേയേഴ്സിനെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പ്രിവെൻറ്റ് ചെയ്തിട്ടുണ്ട്. FDIക്കുള്ള ക്ലിയറും കൺസിസ്റ്റൻസ് ആയിട്ടുള്ള റെഗുലേറ്ററി ഫ്രെയിംവർക്കിൻ്റെ അഭാവവും കൂട്ടിച്ചേർക്കലാണ് ഇതിനുള്ള കാരണം. ഇതൊക്കെയാണ് നമ്മുടെ കൺട്രിയിലെ FDIൻ്റെ റേറ്റ് കുറയാനുള്ള മേജർ റീസൺസ്. താങ്ക് യു.